ഇടപെട്ട് ലീഗ്. മുനീറിന്റെ വീടിന്റെ ജപ്തി ഒഴിവായി. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ MK മുനീറിന്റെ വീടിന്റെ ജപ്തി ഭീഷണി ഒഴിവായി. മുസ്ലിം ലീഗ് നേതൃത്വം 49 ലക്ഷം രൂപയുടെ വായ്പ അടച്ചു. ലീഗിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ പണമടച്ചത്. പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനീറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നാലെയാണ് പണം ലീഗ് അടച്ചത്. 58 ലക്ഷം രൂപയുടെ വായ്പ മുടങ്ങിയതോടെ നടക്കാവ് ക്രോസ് റോഡിലെ മുനീറിന്റെ വീടായ ക്രസന്റ് ഹൗസിന് ബാങ്ക് ജപ്തി നോട്ടീസ് നൽകി. മാർച്ച് 31-നകം വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നാണ് നോട്ടീസിലുള്ളത്. MK മുനീറിന്റെ പേരിലുള്ള 2 വായ്പകളിൽ ഒരെണ്ണം തിരിച്ചടച്ചു തീർത്തിരുന്നു. രണ്ടാമത്തെ വായ്പയാണ് ജപ്തി ഭീഷണിയിലെത്തിയിരിക്കുന്നത്. വീടിന്റെ ജപ്തി വ്യക്തിപരമായ കാര്യമാണെന്ന് MK മുനീർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വീട് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് 2011 വായ്പ എടുത്തത്. എന്നാൽ വിചാരിച്ചതുപോലെ തിരിച്ചടയ്ക്കാനായില്ല. ജാഫർ ഖാൻ കോളനിയിലെ വീട് വിറ്റ് കുറച്ച് തുകയടച്ചു. ബാങ്ക് പരമാവധി സമയം നീട്ടി നൽകിയിരുന്നു. ഇനി വിൽക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് മറ്റു മാർഗം നോക്കണം. ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്തെങ്കിലും മാർഗമുണ്ടാകും. വ്യക്തിപരമായ കാര്യങ്ങളിൽ പാർട്ടിയോട് സഹായം ചോദിക്കാറില്ല. നേതൃത്വം വിളിച്ചിരുന്നു. ഓരോ വ്യക്തികളുടെയും ബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ നിന്നാൽ ശരിയാകില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്രസന്റ് ഹൗസിന്റെ തന്നെ നവീകരണത്തിനായി മുനീർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ശേഷം പലതവണയായി തിരിച്ചടയ്ക്കുകയും പുതുക്കുകയും ചെയ്തെങ്കിലും 2024 അദ്ദേഹത്തിന് 58 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നു. ഇതിൽ ബാങ്ക് നോട്ടീസ് നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ബാങ്കും സംസ്ഥാന സഹകരണ വകുപ്പും ഇടപെട്ട് ഒറ്റത്തവണ തീർപ്പാക്കിയതിന്റെ ഭാഗമായി ബാധ്യത 49 ലക്ഷമായി കുറച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു.